welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പോയമാണ് At the City Pound by Vincent O'Sullivan. So coming to the contents of this video, first of all നമ്മൾ ഈ പോയത്തിനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കുന്നു. അത് കഴിയുമ്പോൾ ഓഥർ ആയിട്ടുള്ള വിൻസെന്റ് ഒസലിവനെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കുന്നു. അത് കഴിയുമ്പോൾ പോയം വായിച്ചിട്ട് അതിൻ്റെ സമ്മറിയും അനാലിസിസും ചെയ്ത് തീംസ് ആൻഡ് സിമ്പിൾസ് എന്താണെന്ന് നോക്കാം. സോ കമ്മിങ് ടു ദ പോയം, വിൻസെന്റ് ഒസലിവൻ ആണ് ഇത് എഴുതുന്നത്. ഇത് പബ്ലിഷ് ആവുന്നത് ബീയിങ് ഹിയർ സെലക്ടഡ് പോയംസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ, പോയട്രി കളക്ഷനിലാണ്. ആ കളക്ഷൻ്റെ കവർ പേജ് നമുക്ക് ഇപ്പുറത്ത് കാണാം. 2015 ഇത് പബ്ലിഷ് ആവുന്നത്. ഈ സിറ്റി പൗണ്ട് നമ്മുടെ ടൈറ്റിൽ വരുന്നത് അറ്റ് ദ സിറ്റി പൗണ്ട് ആണ്. സോ സിറ്റി പൗണ്ട് ഇസ് എ പ്ലേസ് വെയർ സ്ട്രേ ഡോഗ്സ് ആർ ബ്രോട്ട് ആൻഡ് ഈവൻച്വലി യൂത്തനൈസ്ഡ് ഓർ ഇഫ് ദേ ആർ നോട്ട് ക്ലെയിംഡ്. അപ്പം സ്ട്രേ ഡോഗ്സ് അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും. അവരുടെ ഓണറായിട്ടുള്ള ആരെങ്കിലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരാരും ക്ലെയിം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആൻഡ് അഡോപ്ഷനും ചോയ്സ് ഉണ്ട്. ബട്ട് അതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് റെസ്ട്രിക്ഷൻ ഓഫ് സ്പേസ് ഈ ഓൾഡർ ആയിട്ടുള്ള ഡോഗ്സിനെ യൂത്തനൈസ് ചെയ്യുകയാണ്. അതായത് ഒരു പെയിൻലെസ് ആയിട്ടുള്ള ഡെത്ത് കൊടുക്കുകയാണ്. അപ്പം അതിനെയാണ് സിറ്റി പൗണ്ട് എന്ന് പറയുന്ന സ്ഥലം അതാണ്. സോ ദ പോയം ബിഗിൻസ് വിത്ത് വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പൗണ്ട് എംഫസൈസിങ് ദ ബ്ലീക്ക് ആൻഡ് ഡെസലേറ്റ് അറ്റ്മോസ്ഫിയർ. അപ്പം ആ ഒരു ഡോഗ്സ് ഡെത്തിലോട്ട് പോകുന്ന ആ ഒരു ഡോഗ്സിന് കഴിയേണ്ടി വരുന്ന ആ ഒരു ബ്ലീക്കും വളരെ ഡെസൊളേറ്റും ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതാണ് ഈ ഒരു പോയം ഒരു വിവിഡ് ഡിസ്ക്രിപ്ഷൻ കാണിച്ച് നമുക്ക് തരുന്നത്. ദ സ്പീക്കർ ഒബ്സർവ്സ് ഡോഗ്സ് ഡിസ്ക്രൈബിംഗ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് ദ ഇമോഷൻസ് ദേ ഇവോൾവ്. അപ്പം ആ ഒരു ഡോഗ്സിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസും അവരുടെ ഇമോഷൻസും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദ പോയം ഡെൽവ്സ് ഇൻടു ദ ഇമോഷൻസ് ഓഫ് ദ സ്പീക്കർ ഹു ഫീൽസ് എ സെൻസ് ഓഫ് ഗിൽറ്റ് ആൻഡ് സാഡ്നെസ് ഫോർ ദ ഡോഗ്സ്. അപ്പോൾ നമ്മുടെ പോയിറ്റിന് ഒരു സെൻസ് ഓഫ് ഗിൽറ്റും സാഡ്നെസ്സും ഒക്കെ, ഒരു എംപതി തന്നെ തോന്നുകയാണ് ഈ ഒരു ഡോഗ്സിനോട്. സോ അതാണ് നമ്മുടെ പോയം. Now coming to Vincent O'Sullivan, he is a New Zealand short story writer, novelist, playwright, critic, editor and biographer. അപ്പം ന്യൂസിലൻഡ് പോയിട്ടാണ് അദ്ദേഹം. പോയിട്ടാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, നോവലിസ്റ്റ് ആണ്, പ്ലേ റൈറ്റ് ആണ്, ക്രിട്ടിക് ആണ്, അതേപോലെ തന്നെ ബയോഗ്രാഫർ, എഡിറ്ററും ഒക്കെയാണ്. ഹി വാസ് ന്യൂസിലൻഡ്സ് 9th പോയറ്റ് ലോറേറ്റ്. അപ്പം ന്യൂസിലൻഡിൻ്റെ 9th പോയറ്റ് ലോറേറ്റ് ആയിരുന്നു. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. Now coming to his works, Shuriken, Let the River Stand, an anthology of 20th century New Zealand poetry, കളക്റ്റഡ് ലെറ്റേഴ്സ് ഓഫ് കാത്തറിൻ മാൻസ്ഫീൽഡ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. നെക്സ്റ്റ് നമുക്ക് അവാർഡ്സ് നോക്കാം. ഹി ഹാസ് റിസീവ്ഡ് ദ കാത്തറിൻ മാൻസ്ഫീൽഡ് മെമ്മോറിയൽ അവാർഡ് ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് അവാർഡ് ഫോർ ലിറ്റററി അച്ചീവ്മെൻറ്റ്. അപ്പം ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ 2-3 അവാർഡ്സ്. നൗ കമ്മിങ് ടു ദ പോം അറ്റ് ദ സിറ്റി പൗണ്ട്. നമുക്കിത് കുഞ്ഞൊരു പോയമാണ്, നമുക്ക് വായിക്കാം. ഐ ആം ഇൻ ചാർജ് ഓഫ് എ കേജ്. ഐ നോ ദോസ് ദാറ്റ് വോണ്ട്. ഐ ഡോണ്ട് മീൻ കാണ്ട്, ജസ്റ്റ് വോണ്ട്. There is a rooster for Tuesdays, Fridays. Dogs to die. The disconsolate, the abandoned, those with recurrent symptoms, the incorrigible mutt. Oh, a dozen choices by way of reason, even so. Some won't play along once their number's up. The rainbow bridge in the offing as a posher clinics put in. A pig's ear as a final treat. A venison shoe. The professor behaving beautifully at a time like this. Still, those that won't go nicely, I mean. With a gaze to melt that last slobbed lick. Those with their soul's defiance, though embarrassment in the lunchroom should come at that one. Even after the bag is zipped, you feel it. We are real at the end, as you are, Buster. We snip the wind. What say if we say it together won't? അപ്പോൾ ഇതാണ് നമ്മുടെ പോയം. നൗ നമുക്ക് ഇതിൻ്റെ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള സമ്മറി നോക്കാം. ഐ എം ഇൻ ചാർജ് ഓഫ് എ കേജ്. ഐ നോ ദോസ് ദാറ്റ് വോണ്ട്. അപ്പം സ്പീക്കർ എന്ന് പറയുന്ന ഒരു പൗണ്ട് വർക്കറാണ്, ഈ സിറ്റി പൗണ്ടിലൊരു വർക്കറാണ്. അപ്പം ഈ ഒരു ഫ്രേസ് ദോസ് ദാറ്റ് വോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവർ വളരെ ഈസി ആയിട്ട് മരിക്കാൻ റെഫ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്വൈറ്റ്ലി മരിക്കാൻ റെഫ്യൂസ് ചെയ്യുന്ന ഡോഗ്സിനെ പറ്റിയിട്ട് അവർ വോണ്ട് എന്ന് പറയുന്നത് അവർ മരിക്കാൻ റെഡി ആവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഡോഗ്സിനെ അറിയാം എന്ന് ഈ ഒരു വർക്കർ പറയുകയാണ്. നെക്സ്റ്റ് ലൈൻ, ഐ ഡോണ്ട് മീൻ കാണ്ട്, ജസ്റ്റ് വോണ്ട്. അപ്പോൾ ഇത് വന്ന് തിരിച്ചൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുകയാണ്. അവർ ഈ ഒരു ഡോഗ്സ് എന്ന് പറയുന്നത് ഒരുപാട് വീക്കാണെന്നല്ല, ബട്ട് അവർ യൂത്തനേഷ്യാനെ ആക്റ്റീവ്ലി റെസിസ്റ്റ് ചെയ്യും എന്നാണ് മനസ്സിലാവുന്നത്. There's a roster for Tuesdays, Fridays, dogs to die. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോൾഡ് ഷെഡ്യൂൾഡ് നേച്ചറാണ് ഈ ഒരു കില്ലിങ് പ്രോസസ്സിൻ്റെ. അതായത് ഓരോ ഡോഗ്സിനെയും ഓരോ ദിവസം കില്ല് ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിനെ ആ ഒരു വളരെ കോൾഡായിട്ടുള്ള ഡിമ്മായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അങ്ങനൊരു പ്രോസസ്സ്, അത്ര ബ്രൂട്ടലിയാണ് ഈ ഒരു കാര്യം. വളരെ നോർമൽ ഒരു കാര്യം പോലെയാണ് ഈ ഒരു ഡോഗ്സിൻ്റെ ജീവൻ. ഓരോ ദിവസവും ഷെഡ്യൂൾ ചെയ്ത് ഓരോരോ ഡോഗ്സിനെ യൂത്തനൈസ് ചെയ്യുകയാണ്.
the disconsolate, the abandoned, those with the recurrent symptoms, the incorrigible mutt, oh, a dozen. ചോയ്സസ് ബൈ വേ ഓഫ് റീസൺ. അപ്പോൾ ഇതിനെ പറഞ്ഞിരിക്കുന്നത് ഈ ഡോഗ്സിനെ ക്ലിനിക്കലി ലേബൽ ചെയ്തിരിക്കുകയാണ്. അൺലവ്ഡ് ആണോ, സിക്ക് ആണോ, ഇൻകോറിജിബിൾ ആണോ, അതായത് ഹ്യൂമാനിറ്റി ആണ് ജഡ്ജ് ചെയ്യുന്നത്, ആരാണ് ഡെത്ത് ഡിസേർവ് ചെയ്യുന്നത്. അതാ ഈ ഒരു സെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവൻ സോ സം വോണ്ട് പ്ലേ അലോങ് വൺസ് ദെയർ നമ്പേഴ്സ് അപ്പ്. അപ്പോൾ എന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചില ഡോഗ്സ് ഈ ഒരു സ്ക്രിപ്റ്റഡ് ഡെത്തിന് റിഫ്യൂസ് ചെയ്യുകയാണ്. അവർ അത്ര എളുപ്പം മരിക്കാൻ അവർ നിന്ന് കൊടുക്കത്തില്ല ഇൻ ദ സെൻസ് ദേ ആർ നോട്ട് റെഡി, ദേ ആർ റിഫ്യൂസിങ് ദാറ്റ് ഡെത്ത്. നെക്സ്റ്റ് ലൈൻ. The rainbow bridge in the offing, as the Porsche clinics put in, a pig's ear as a final treat, a venison chew, the profession behaving beautifully at a time like this. അപ്പോൾ ഈ ഇതൊരു വർക്കേഴ്സിന് ഈ ഒരു റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യൂഫീസം യൂസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സ്മോൾ കംഫർട്ട് ലൈക്ക് ഒരു പിഗിൻ്റെ ഇയറോ അല്ലെങ്കിൽ ഒരു വെനിസൺ ച്യൂവോ അതൊക്കെ ഒരു ട്രീറ്റായിട്ട് ലാസ്റ്റായിട്ട് കൊടുക്കുകയാണ്. അവരുടെ ആ ഒരു പ്രോസസ്സ് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഡെത്തിലോട്ടുള്ള പ്രോസസ്സ് അവർക്കൊരു ട്രീറ്റ് കൊടുത്ത് സോഫ്റ്റൻ ചെയ്യാനുള്ള ഒരു രീതിയാണെന്ന് പറയുന്നു. Still, those that won't go nicely, with a gaze to melt a last slobbed lick. അപ്പം ചില ഡോഗ്സ് ഈ ഒരു കംഫർട്ട്സ് ഒക്കെ കൊടുത്താൽ തന്നെയും ഈ ഒരു ഡെത്തിലോട്ട് പോകാൻ റിഫ്യൂസ് ചെയ്യുകയാണ്. അവർ ആ ഒരു ഇതിനോട് യോജിച്ച് നിൽക്കില്ല. ഒരു റിച്വൽ പൊട്രയലായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ജെന്റിൽ ഫെയർവെൽ. ബട്ട് അതിനോടൊന്നും ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെത്തിനോട് റിഫ്യൂസ് ചെയ്യുന്ന ഡോഗ്സിനെ അറിയാം എന്നാണ് പറയുന്നത്. Those with their souls defiance, though embarrassment in the lunchroom, should you come at that one? അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്. Dogs that resist leave the staff feeling awkward. The defiance exposes the moral discomfort of euthanasia. അപ്പോൾ ഈ ഒരു ഡൈ ചെയ്യാൻ റെഡി ആവാത്ത ഡോഗ്സ് അവർ ആ ഹ്യൂമൻ ഡിസൈഡ് ചെയ്തിരിക്കുന്ന മരണത്തിനോട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ അവർക്ക് വയ്യായെങ്കിൽ പോലും അത്ര പെട്ടെന്ന് തന്നെ ഡൈ ചെയ്യാൻ ഈ ഒരു ഡോഗ്സ് റെഡി ആവുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്ന ഡോഗ്സിനെ കൊല്ലേണ്ടി വരുമ്പോൾ അവിടുത്തെ ആ ഒരു സ്റ്റാഫിന് ഒരു മോറൽ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ ദ ബാഗ് ഇസ് സിപ്ഡ് യു ഫീൽ ഇറ്റ്. വി ആർ റിയൽ അറ്റ് ദ എൻഡ് ആസ് യു ആർ ബസ്റ്റർ. വി സ്നിഫ് ദ വിൻഡ്. അപ്പം ഡെത്ത് കഴിഞ്ഞാൽ പോലും ഈ ഒരു പ്രസൻസ് സ്ട്രോങ്ലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അവരുടെ ഫുള്ള് ലൈഫ് അസേർട്ട് ചെയ്യുകയാണ് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ഫൈനൽ മൊമെൻറ്റ് വരെയും. അവർ മരണത്തിന് വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് കൊടുക്കുന്നില്ല അവരെ കൊല്ലാനായിട്ട്. അവർ ആ ഒരു ജീവനോടുകൂടി തന്നെ അവരതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പം അതൊക്കെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു ബാഗ് സിപ്പ് അവരെ ആ ഒരു യൂത്തനേഷ്യ കഴിഞ്ഞ ആ ഒരു ബാഗ് സിപ്പായി കഴിഞ്ഞാൽ പോലും ഈ ചെയ്യുന്ന ആ ഒരു ഡോഗിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്രത്തോളം ആ ഒരു ലൈഫ്, ആ ഒരു ഫുള്ള് ലൈഫ് അവർ അസേർട്ട് ചെയ്തിരുന്നു ആ ലാസ്റ്റ് മൊമെൻ്റ് വരെ. ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊരു രീതിയിൽ നമുക്ക് പറയാം. വാട്ട് സേ ഇഫ് വി സേ ടുഗെദർ വോണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഷെയർഡ് ആയിട്ടുള്ള ഒരു ഫൈനൽ റിഫ്യൂസലാണ്. ബിക്കോസ് സ്പീക്കറും ആനിമലും രണ്ടും തന്നെ ഒരു ഡിഫൈൻസിലോട്ട് പോവുകയാണ്. ദ റെപ്പിറ്റേഷൻ ഓഫ് വോണ്ട് ക്ലോസസ് ദ പോയം ഓൺ റെസിസ്റ്റൻസ്. അപ്പം ആ വോണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ഒരു പോയത്തിനെ ക്ലോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ അനാലിസിസിലോട്ട് വരുമ്പോഴത്തേക്കിന് ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ആ ഒരു റൂട്ടീൻ നമ്മൾ പറഞ്ഞു തരികയാണ്. ആ ഡോഗ്സിനെ സെലക്ട് ചെയ്യുന്നത്, കില്ല് ചെയ്യപ്പെടാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂത്തനൈസ് ചെയ്യപ്പെടാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന ഡോഗ്സിനെ ആ ഒരു പ്രൊസീജിയറും ആ ഒരു എത്ര നോർമലായിട്ടാണ് ആ ഒരു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നും റൂട്ടീൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരിക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസ്പൈറ്റ് ദ പ്രൊസീജിയേഴ്സ് കൈൻഡ്നെസ് ഓഫേർഡ് ബൈ ദ പ്രൊഫഷൻ സം ഡോഗ്സ് റെസിസ്റ്റ് റിഫ്യൂസിങ് ടു ഗോ നൈസ്ലി വെൻ ദെയർ ടൈം കംസ്. അപ്പോൾ ഇത് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു തന്നെ ആ ഒരു പ്രൊസീജിയറിൽ ഉണ്ടെങ്കിലും വളരെ ജെന്റിലായിട്ടാണ് ആ ഒരു യൂത്തനേഷ്യയിലെ പ്രോസസ്സ് നടത്താനായിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് എങ്കിലും ചില ഡോഗ്സ് റെസിസ്റ്റ് ചെയ്യും. ആ ഡോഗ്സ് ഒന്നും തന്നെ റെഡി ആവാറില്ല എന്ന് പറയുക. The dogs exhibit a defiance that the speaker recognizes as a final act of individuality. അപ്പം ഇതിനെ ഈ ഒരു സ്പീക്കർ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ഒരു ഫൈനൽ ആക്ട് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ആയിട്ട്. Even after their bodies are zipped into the bag, the speaker senses a lingering presence as if the dogs and the speakers share a mutual understanding of life's resistance to death. അപ്പം ഈ ഒരു സിബ് ചെയ്തതിന് ശേഷവും ആ ഒരു ലിങ്കറിങ് പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്പീക്കറിന്. അതുകൊണ്ട് തന്നെ ഈ സ്പീക്കർ വിചാരിക്കുകയാണ് ഈ ഡോഗ്സും സ്പീക്കറും എന്ത് ഷെയർ ചെയ്യുന്നുണ്ട്, ആ ഒരു ലൈഫിനോടുള്ളൊരു ആ ഡെത്തിലോട്ടുള്ളൊരു റെസിസ്റ്റൻസ്, ലൈഫിൻ്റെ റെസിസ്റ്റൻസ് ആണത്. ഡെത്തിനോടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ഈ ഡോഗ്സ് ഹ്യൂമൻസിനെ പോലെ തന്നെ ഈ ഡോഗ്സും ഷെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. The speaker reflects on the cruelty on human nature, questioning why people would abandon their pets and allow them to end up in such a place. അപ്പോൾ ആ ഒരു ഹ്യൂമാനിറ്റിയുടെ ക്രൂവൽ നേച്ചറിനെ പറ്റിയിട്ട് തന്നെ
നമ്മുടെ ഓതർ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഹ്യൂമൻസ് ആണല്ലോ ഇവരെ വളർത്തിയിട്ട് പിന്നീട് അബാൻഡൻ ചെയ്യും. അപ്പം ആ ഒരു അബാൻഡൻമെന്റിൽ ഇവരിങ്ങനെ സ്ട്രേ ഡോഗ്സ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനാണ് ഇവർ അറ്റ്ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ മരിക്കപ്പെടാൻ ആഗ്രഹിക്കാതെ കൊല്ലപ്പെടുന്നത്. അവരുടെ ഡെത്ത് എന്ന് പറയുന്നത് ഒരു പെയിൻലെസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇനിയും അവരുടെ ഒരു സിക്നെസ് ഒക്കെ കൂടി അല്ലെങ്കിൽ അവർ അബാൻഡൻഡ് ആയി അങ്ങനെ മരിക്കുന്നതിലും ബെറ്റർ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഓരോ ഡോഗ്സിനെയും, ഓൾഡർ ആയിട്ടുള്ള ഡോഗ്സിനെയും അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള ഡോഗ്സിനെയും ഷെഡ്യൂൾ ചെയ്ത് യൂത്തനൈസ് ചെയ്യുന്നതാണെന്ന് മനുഷ്യൻ തീരുമാനിക്കുമ്പോൾ ആ ഒരു ഡോഗിൻ്റെ ലൈഫ്, ആ ഒരു ലൈഫിന് അവർക്ക് അത്ര തന്നെ നമുക്കുള്ള അത്രയും തന്നെ വില ആ ലൈഫിന് അവർക്കുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ബട്ട് ഹ്യൂമൻ ക്രൂവാലിറ്റിയാണ് അവർ വളർത്തിയിട്ട് പിന്നീട് ഒരു ഡോഗ്സിനെ ഇങ്ങനെ സ്ട്രേയിലൊക്കെ, ഐ മീൻ സ്ട്രീറ്റ്സിലൊക്കെ അല്ലെങ്കിൽ ഓരോരുത്തരത്തൊക്കെ ഇങ്ങനെ കൊണ്ട് കളയുമല്ലോ. അപ്പം അങ്ങനെ കളയുമ്പോഴത്തേക്കിനാണ് ഇത്തരം സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ ഇത്തരം സിറ്റി പൗണ്ട്സിലൊക്കെ അവർ എത്തുന്നതും പിന്നീട് അവരെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് അവരെ യൂത്തനൈസ് ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു അവർ ഡിഫൈ ചെയ്യാണ് ഡെത്തിനെ. അത്തരം ഡോഗ്സ് ഉണ്ട്, അത്തരം ഡോഗ്സിനെ അറിയാം. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഈ വർക്കേഴ്സിന് അത്ര വളരെയധികം ഒരു മോറൽ ഡിസ്കംഫോർട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇറ്റ് ഷെഡ്സ് ലൈറ്റ് ഓൺ ദ പ്ലൈറ്റ് ഓഫ് അബാൻഡൻഡ് ആനിമൽസ് ആൻഡ് റേസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹ്യൂമൻ നേച്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഈ ഒരു പോയം മൊത്തത്തോടെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു അബാൻഡൻഡ് ആനിമൽ അല്ലെങ്കിൽ ഒരു ഡെത്ത് ഫോഴ്സ്ഫുള്ളി ഹ്യൂമൻസ് ഡിസൈഡ് ചെയ്തൊരു ഡെത്തിലോട്ട് കൊണ്ടുപോകുന്ന ആനിമൽസിൻ്റെ ഒരു പ്ലൈറ്റും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുകയാണ്. ബിക്കോസ് ഹ്യൂമൻ നേച്ചറിനെ പറ്റിയിട്ടും ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റീനെ പറ്റിയിട്ടും ഹ്യൂമൻസ് വളർത്തിയിട്ട് പിന്നീട് പെറ്റ്സായിട്ട് വളർത്തിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് വേറെ സ്ഥലത്തിലോട്ട് പോകേണ്ടപ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഡോഗ് ഓൾഡ് ആകുമ്പോഴത്തേക്കിനോ ഒക്കെ തന്നെ അബാൻഡൻ ചെയ്യുന്ന സിറ്റുവേഷൻസിനെ പറ്റിയും ആ ഹ്യൂമൻസിൻ്റെ ഒരു ക്രൂവാലിറ്റിനെ പറ്റിയും അവരുടെ ഒരു ഹ്യൂമൻസ് ആസ് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മയും എത്രത്തോളം മനുഷ്യൻ വേറൊരു ജീവൻ, ഹ്യൂമൻ ജീവന് മാത്രമേ വില കൊടുത്തിട്ട് വേറൊരു ആനിമലിൻ്റെ ജീവൻ വളരെയധികം വില ഇല്ലാത്തതാണെന്നുള്ള രീതിയിൽ കൽപ്പിച്ച് ഓരോ ദിവസം ഷെഡ്യൂൾ ചെയ്തതിന് ഡെത്ത് കൊടുക്കുകയാണ്. ബട്ട് ഈ ഒരു ഡെത്ത് എന്ന് പറയുന്നത് എന്തോ നല്ലൊരു കാര്യം ചെയ്യുന്നതായിട്ടാണ് ഇവർ കാണിക്കുന്നത്. ബിക്കോസ് പെയിൻലെസ് ആയിട്ടുള്ള ഡെത്ത് കൊടുക്കുകയാണെന്ന് ഈ ഹ്യൂമൻസ് പറയുമ്പം തന്നെയും ആ ഒരു ലൈഫ് ആസ് സച്ച് ജീവിക്കാനും അത് ഡെത്തിനെ ഡിഫൈ ചെയ്യുന്നതായിട്ടുള്ള ആനിമൽസിനെ നമുക്ക് കാണാം. സോ അതൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ അനാലിസിസ്. നെക്സ്റ്റ് നമുക്ക് തീംസ് നോക്കാം. അബാൻഡൻമെൻറ്റ് ആൻഡ് ലോൺലിനെസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെ തന്നെ ഈ ഒരു ആനിമലിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് ഡെത്ത്, അപ്പം അത് വരുന്നത് ഹ്യൂമൻസ് ഈ ഒരു ഡെത്തിനെ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നു എന്നും അവരാണ് തീരുമാനിക്കുന്നത് ഈ ഒരു ആനിമൽസ് എപ്പം മരിക്കണമെന്ന്. നെക്സ്റ്റ് ആണ് റെസിസ്റ്റൻസ് ആൻഡ് ഡിഗ്നിറ്റി ഇൻ ഡെത്ത്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആനിമൽസ് നമ്മൾ ത്രൂ ഔട്ട് ദ പോയം കാണുന്നുണ്ട്. ഈ ഒരു ആനിമൽസ് ഡിഫൈ ചെയ്യുന്നു, അവർ റെസിസ്റ്റ് ചെയ്യുന്നു, ഹ്യൂമൻ ഇമ്പോസ് ചെയ്യുന്ന ആ ഡെത്തിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിട്ട് ചില ആനിമൽസ്, ചില ഡോഗ്സ് കുഴപ്പമില്ലാതെ അവർ അവർ നിന്ന് കൊടുക്കുന്നുണ്ടായിരിക്കും. ബട്ട് ചില ആനിമൽസ് നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യും. അവർ അത്രത്തോളം കംഫർട്ടിംഗ് ആയിട്ടുള്ള ഫുഡും ഒക്കെ തന്നെ കൊടുത്താലും അവർ റെസിസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പറയുന്നുണ്ട് എംപത്തി ആൻഡ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ്. അപ്പം അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു എംപത്തി, ഹ്യൂമൻസിന് ഇത്തരം ഒരു സാഹചര്യത്തിൽ കൊല്ലേണ്ടി വരുമ്പോൾ പോലും ദേ ഫീൽ എൻ എംപത്തി ടുവേർഡ്സ് ആനിമൽ. അതേപോലെ തന്നെ ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ബിക്കോസ് ആസ് ദ ഡ്യൂട്ടി ഈസ് ടു യൂത്തനൈസ് ദ ആനിമൽ ദേ ആർ ഡൂയിങ് ഇറ്റ്. ബട്ട് അവർക്ക് അതേപോലെ തന്നെ ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട്. ബിക്കോസ് അവരാണ് കാണേണ്ടി വരുന്നത് ഈ ഒരു ജീവി അല്ലെങ്കിൽ ഈ ഒരു ആനിമൽ, ഈ ഒരു ഡോഗ് ആ ഡെത്തിനെ ഡിഫൈ ചെയ്യുന്നതും അതിന് ജീവിക്കണം എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നതും ഒക്കെ തന്നെ കാണേണ്ടി വരുന്നത് ഈ ഒരു വർക്കേഴ്സിനാണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് തീം പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നതാണ് ക്രിട്ടീക്ക് ഓഫ് മോഡേൺ അർബൻ ലൈഫ്. അപ്പം മോഡേൺ അർബൻ ലൈഫിലാണ് യൂഷ്വലി ഇങ്ങനൊരു സിറ്റി പൗണ്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. വില്ലേജസിൽ അത്രത്തോളം ഇല്ല. ബിക്കോസ് സ്ട്രേ ഡോഗ്സ് സിറ്റിയിലൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരു പെറ്റ്സായിട്ട് ആൾക്കാർ വളർത്തിയിട്ട് പിന്നീട് അതിനെ ഉപേക്ഷിക്കുന്ന സാഹചര്യം വരുമ്പോൾ ആൾക്കാർ അതിനെ ഇതേപോലത്തെ സിറ്റി പൗണ്ട്സിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യാറ്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് നമ്മുടെ ഒരു മോഡേൺ അർബൻ ലൈഫിൽ ഹ്യൂമൻസിനല്ലാതെ വേറൊരു ജീവികൾക്കും അവരുടെ ലൈഫ് ടൈം ഫുള്ള് ഹ്യൂമൻസിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ജീവികൾ ജീവിക്കേണ്ട ഒരു രീതി വരുന്നത്. സോ ഒരു സ്പേസ് ഇല്ലാത്തൊരു അവസ്ഥ വരികയാണ്. ഒരു ഡോഗ് എന്ന് പറയുന്നത് സ്ട്രേ ഡോഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഹ്യൂമൻസിൻ്റെ അടുത്ത് ഓണർഷിപ്പിൽ നിൽക്കും വരെ ഇറ്റ്സ് ഓക്കെ. ബട്ട് സ്ട്രേ ഡോഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരികയാണ്. സോ അതാണ് മോഡേൺ അർബൻ ലൈഫിനെ ക്രിട്ടീക്ക് ആവുന്നത്. പിന്നെ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്, ബിക്കോസ് ആനിമൽസ് ആർ വോയിസ്ലെസ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും വോയിസായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
അവരുടെ ഡെത്തും അവരുടെ ലൈഫും അവരുടെ ഫേറ്റ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻസ് ആണ്. അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത്. സിമ്പിൾസ് വരുമ്പോഴത്തേനും കേജ് എന്ന് പറയുന്ന ഒരു കൺഫൈൻമെൻറ്റ് അബാൻഡൻമെൻറ്റ് ഒക്കെ തന്നെ സിമ്പിളാണ്. റൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിക് കൺട്രോൾ ആണ് ലൈഫിൻ്റെ പുറത്തും ഡെത്തിൻ്റെ പുറത്തും, അതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു പിഗിൻ്റെ ഇയർ എന്ന് പറയുന്ന ഒരു ഫോൾസ് കംഫർട്ട് കൊടുക്കുക ഫുഡാണ് പറയുന്നത്, ഒരു ട്രീറ്റ് ആയിട്ടോ വെനിസൺ ഷ്യൂ, ഇതൊക്കെ തന്നെ ഒരു ആ മരണത്തിന് മുന്നേ ആ ഡോഗിന് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കംഫർട്ട്, ഒരു ട്രീറ്റ് കൊടുക്കുകയാണ്. റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറയുന്ന യൂഫ്യൂസമാണ് ഡെത്തിന് വേണ്ടിയിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ അറ്റംപ്റ്റ് ആണ് ഈ ഒരു ക്രുവൽറ്റീനെ മാസ്ക് ചെയ്യാൻ. പെയിൻലെസ് ഡെത്ത് ആണെന്ന് പറഞ്ഞിട്ട് ഇതൊരു ബെറ്റർ കാര്യമാണ് അവർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് കാണിച്ച് അവരെ കൊല്ലുകയാണ്. സിപ്ഡ് ബാഗ് എന്ന് പറയുന്ന ആ ഒരു ഡെത്തിൻ്റെ ഫൈനൽ കാര്യമാണ്, ബിക്കോസ് ഓൾറെഡി ഡെത്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ. ഇനി സ്നഫിങ് ദ വിൻഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഒരു ഇൻസ്റ്റിങ്നെയും റെസിസ്റ്റൻസിനെയും ആ ഒരു എൻഡ്യൂറിങ് സ്പിരിറ്റിനെയൊക്കെ കാണിക്കും. അതേപോലെ തന്നെ വോണ്ട് എന്ന് പറയുന്ന ഒരു ഡിഫൈൻസ് ആണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വളരെ എഫേർട്ട് ഇടുന്നതാണ്, പ്ലീസ് ലൈക്ക്. ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ആൻഡ് ഡു ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.